ഒരു 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഹോസ്പിറ്റലിലേക്ക് എഴുന്നള്ളുന്ന വീഡിയോ ആണ് കേട്ടത്. ഇത് കണ്ടോ, ഇതൊരു ദുരന്തം, ആ വരുന്നത് വേറൊരു ദുരന്തം. പിന്നെ എവിടെ പോയാലും ദുരന്തമാണല്ലോ ഈശ്വര. എന്തായാലും ഇപ്രാവശ്യത്തെ പോക്കിനൊരു സമാധാനമുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ അമ്മയുണ്ട് കേട്ടോ, ചേട്ടൻ്റെ അമ്മ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മോനെ അമ്മേൻ്റെ അടുത്ത് ആക്കിയിട്ട് ഞങ്ങൾ കുറച്ച് നേരത്തെ ഒരു 6:30-7 മണി ആയപ്പോഴത്തേക്കും ഇറങ്ങിയിട്ടുണ്ട്. ഇന്നും ഡോക്ടർ വായിന്ന് ചീത്ത കേൾക്കാൻ വയ്യ. അന്തം പോലുള്ള കെട്ട് ഇന്നെങ്കിലും ഒന്ന് ഊരിയിട്ട് ഒരു ചെറിയ കെട്ടാക്കി തരുമോ എന്നുള്ള പ്രതീക്ഷയിലാണ് കേട്ടോ ഇന്ന് പോകുന്നത്. എനിക്ക് വയ്യ ശരിക്കും, എല്ലാവരോടും മറുപടി പറഞ്ഞ് ഞാൻ മടുത്തു. ഇത്രയും വലിയൊരു കെട്ടും കത്തിയും കൊണ്ട് മുറിഞ്ഞിട്ട് ഇത്ര വലിയ കെട്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്താ അവരോട് പറയുക. പിന്നെയുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് ഒരു എസ്സേ പറയുന്ന പോലെ പറഞ്ഞു കൊടുത്താൽ അവർക്ക് മനസ്സിലാവുന്നുള്ളൂ. എനിക്ക് കുറേ പേര് നീ വേണമെന്ന് വെച്ച് മുറിച്ചതല്ലടി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ട്രെയിനിലൊക്കെ അവിടെ ഇരുന്ന് ചേച്ചിമാരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, ഇതെന്താ കത്തിയും കൊണ്ട് ഇങ്ങനെയൊക്കെ മുറിക്കുമോ ആരെങ്കിലും എന്നൊക്കെ ചോദിച്ച് കുറേ കളിയാക്കി. ഈ കളിയാക്കലൊക്കെ കേൾക്കുമ്പോൾ നല്ല 500-ന്റെ വോൾട്ടേജിൽ ചിരിച്ചു കൊടുക്കാന്നല്ലാണ്ട് എന്താ ചെയ്യുക. അത്രയ്ക്ക് നല്ല പണിയാണല്ലോ ഒപ്പിച്ച് വെച്ചിരിക്കുന്നത്. എന്തായാലും നമ്മൾ വന്നപ്പോൾ പതിവ് പോലെ ഡോക്ടർ ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്നു. ഒരു കഷ്ണം കായം മുറിച്ചതിന് എത്ര പൈസയായി ഇപ്പോൾ പൊട്ടിയത്. ആരെയും പറയണ്ട, എന്നെ പറഞ്ഞാൽ മതി. അതാ അവസാനം നമ്മുടെ കെട്ടുതാ പകുതി ആയിട്ടുണ്ട് കേട്ടോ. വളരെ സമാധാനം. പക്ഷെ എന്നാലും ആ വിരലിതിങ്ങനെ വളഞ്ഞ് ഒടിച്ച് കുത്തിയിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇപ്രാവശ്യം റബ്ബർ ബാൻഡൊന്നും കുടുക്കി കെട്ടിയിട്ടൊന്നുമില്ല. അതുകൊണ്ടൊരു സമാധാനം. അങ്ങനെ സമാധാനത്തോടു കൂടി ഹോസ്പിറ്റലിന് താഴെയുള്ള ബേക്കറി ഉണ്ട്, അവിടെ ക്യാൻറ്റീനൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ചായ കുടിക്കാനുള്ള സമയം ആയിട്ടുള്ളൂ, ചോറുന്നുള്ള സമയം ആയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഒരു പഫ്സ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് നോക്കി പോയതാണ്. പക്ഷേ ഇത് കണ്ടു കേട്ടോ, ഇത് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. മാംഗോ ചീസ് പുഡിംഗ് ആണ്. അതും കഴിച്ച് കൂടെ ഒരു ബനാന പഫ്സും കുത്തി കയറ്റിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ നമുക്ക് വേഗം പോകണമായിരുന്നു, നമുക്ക് ട്രെയിൻ മിസ്സാവും. അപ്പം നമ്മൾ അമ്മയുണ്ടല്ലോ വീട്ടിൽ, അപ്പോൾ വീട്ടിൽ പോയിട്ട് ചോറൊക്കെ തിന്നാൻ വിചാരിച്ചു. അങ്ങനെ വേഗം അത് ഞങ്ങൾ രണ്ടാളും കൂടി തിന്നെ, വയറൊന്നും അങ്ങനെ നിറഞ്ഞിട്ടൊന്നുമില്ല. അങ്ങനെ വേഗം പോയി റെയിൽവേ സ്റ്റേഷനിൽ നിന്നിട്ടോ. പിന്നെ ട്രെയിൻ വരാൻ കുറേ നേരം കാത്തുന്നു. പക്ഷേ നമുക്ക് പാരഗണിൽ പോകാൻ പറ്റിയില്ല, സന്ദർഭം അങ്ങോട്ട് ഒത്തു വന്നില്ല. പാരഗണിൽ പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും അവിടുത്തെ ബിരിയാണി തിന്നണമല്ലോ. അപ്പോൾ ബിരിയാണി തിന്നാനുള്ളൊരു മൂഡും ഒരു സമയമൊന്നും പായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ വേഗം ട്രെയിൻ വന്നപ്പോൾ ട്രെയിനിൽ കയറി. സ്വാഭാവികമായിട്ടും ട്രെയിനിൽ സീറ്റേ ഉണ്ടായിരുന്നില്ല, ഫുൾ നിന്നിട്ടാണ് വന്നത്. അങ്ങനെ ഇതാ നമ്മൾ അപ്പോൾ വടകര എത്തിയിട്ടോ. വടകര എത്തിയിട്ടും ചെറുതായിട്ട് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ പോയിട്ട് നമ്മുടെ വടകര നമ്മുടെ സഹകരണ ഹോസ്പിറ്റലിൽ അവിടെ, അയ്യോ എനിക്ക് ആ ബേക്കറിൻ്റെ പേര് മറന്നു, എനിക്കെപ്പോൾ പോയാലും ആ ബേക്കറിൻ്റെ പേര് മറന്നു പോകും. ഇവിടെ നല്ല ബട്ടർ ബണ്ണ്, ഇവിടെ നാട്ടോ ഞാൻ ആദ്യമായിട്ട് ബട്ടർ ബണ്ണ് കഴിക്കുന്നത്. എൻ്റെ അമ്മയെ കാത്തിരുന്ന് കിട്ടിയിട്ടൊരു ബട്ടർ ബണ്ണാണ്. കുഴപ്പമില്ല, തിന്നാൽ അത്രേ ഉള്ളൂ. പിന്നെ ഇത് 2 സാധനങ്ങൾ വാങ്ങിച്ചു. ഇതെന്താ, അത് വെറും ബണ്ണാണ് കേട്ടോ. ഒന്ന് പൊട്ടറ്റോ മസാലയൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള അത്, ഇത് ഒരു മസാല ബണ്ണ് പോലത്തെ. കുഴപ്പമില്ല, നമുക്ക് വിശക്കുമ്പോൾ തിന്നാൽ അത്രേ ഉള്ളൂ. പിന്നെ മറ്റേത് പൊട്ടറ്റോൻ്റെ മസാല നിറച്ചിട്ടില്ലേ, അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല മസാലേൻ്റെ ഫ്ലേവറൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നിന്ന് പിന്നെ വീട്ടിലേക്ക് കുറച്ച് അല്ലറ ചില്ലറ വൈകുന്നേരത്തേക്ക് 4 മണിക്ക് ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടോ, കുറച്ച് ബേക്കറി ഇതൊക്കെ. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ പോയിട്ട് വീട്ടിൽ നല്ല കൊഞ്ചൻ്റെ കറിയും ചെമ്മീൻ്റെ റോസ്റ്റും മീൻ കറിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അമ്മ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൂട്ടിയിട്ട് വയറ് നിറയെ ചോറുന്നു. ഉണ്ടല്ലോ ആ ബേക്കറിയിൽ ഒരു അടിപൊളി സാധനം ഉണ്ട് കേട്ടോ, മല്ലി ചിക്കൻ. നിങ്ങൾ ആരെങ്കിലും വടകരക്കാരാണെങ്കിലും ഉറപ്പായിട്ട് തിന്നേണ്ട സാധനം. ഭയങ്കര ടേസ്റ്റാണ്. പക്ഷേ ഞങ്ങൾ പോയപ്പോൾ അത് അവിടെ ആയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാട്ടോ അത് വാങ്ങാണ്ടിരുന്നത്. അങ്ങനെ വീടെത്തിയിട്ടോ, നിങ്ങൾക്കൊരു കാര്യം ഞാൻ കാണിച്ചാൽ, നിങ്ങൾ ഈ മത്തൻ കണ്ടിട്ടുണ്ടോ? ആ മത്തൻ്റെ മുകളിൽ ഇങ്ങനെ നെട്ടി പോലൊരു സാധനം ഉണ്ടാവും, മത്തൻ്റെ ഞെട്ടി എന്ന് പറയും. അതാണ് ഇപ്പോൾ എൻ്റെ തലയിലിരിക്കുന്നത്. എൻ്റെ മുടിയൊക്കെ കൂടെ ചുരുട്ടി കൂട്ടി കെട്ടി വെച്ചിരിക്കുകയാണ് എൻ്റെ കെട്ടിയവൻ. ഇപ്പം നമ്മൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോയി. എങ്ങോട്ടാന്ന് വെച്ചാൽ ഒന്നും പറയണ്ട, അടപടലം എന്താണ് പറയണ്ടേ, ആ വാക്ക് ഞാൻ പറയുന്നില്ല, അതായിരിക്കും നല്ലത്. ഇത് നമ്മുടെ ഒരു സാന്ത്വനം പദ്ധതി ഉണ്ട് കേട്ടോ, അതിൽ ഞാൻ ചേർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് സർജറി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ധനസഹായമൊക്കെ കിട്ടുന്നൊരു പരിപാടിയാണ്. അപ്പോൾ അതിലൊരു അംഗമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം പെരിങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ചേർന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഇല്ലാത്ത സാധനങ്ങൾ മുഴുവൻ, ആധാറിൻ്റെ കോപ്പി, ബാങ്ക് അക്കൗണ്ടിൻ്റെ കോപ്പി, റേഷൻ കാർഡിൻ്റെ കോപ്പി, അങ്ങനെ ഫോട്ടോ എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും നമ്മളവിടെ കൊണ്ടുപോയി. ഹോസ്പിറ്റലിലെ ബില്ലിൻ്റെ കാര്യങ്ങളും ഒക്കെ നമ്മൾ കൊണ്ടുപോയി. പക്ഷേ അവസാന നിമിഷമാണ് അറിഞ്ഞത്, 24 മണിക്കൂറല്ലേ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ ഹോസ്പിറ്റലിൽ 2 ദിവസം കിടന്നാൽ മാത്രമേ നമുക്കതിൽ പൈസ കിട്ടുള്ളൂ. സോ അവിടെ നമ്മൾക്ക് തീരുമാനമായിരിക്കുന്നു. എന്താ പറയണ്ടേ, ഒരു സാധനം ഒരു 5-ന്റെ പൈസേൻ്റെ ഉപകാരമില്ല എന്ന് പറയില്ലേ, അതാണ് ഞാൻ. ജനിച്ചിട്ട് ഇത്ര കാലം വരെ ഒരു പൈസ എനിക്ക് കിട്ടിയിട്ടില്ല. കിട്ടിയിട്ടുണ്ട്, സ്കോളർഷിപ്പും അങ്ങനെയൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്നൊരു പൈസയല്ലേ, അതുപോലും എൻ്റെ കെട്ടിയവന് വാങ്ങിക്കൊടുക്കാനുള്ളൊരു യോഗം എനിക്കില്ല. എത്ര ദിവസം ഓടി നടന്നിട്ടാണെന്നറിയോ ഈ സാധനങ്ങളൊക്കെ നമ്മൾ ഒപ്പിച്ചത്. അപ്പം ഞാൻ മനസ്സിലാലോചിച്ചു, ഒരൊറ്റ ദിവസം കൂടെ ഹോസ്പിറ്റലിൽ എങ്ങനെയെങ്കിലും കിടന്നാൽ മതിയായിരുന്നു. എന്തായാലും നമുക്ക് ഇൻഷുറൻസ് കിട്ടിയല്ലോ. അപ്പോൾ പിന്നെ ഈ പൈസ ഒരു 5,000 അതെങ്കിലും കിട്ടിയാലാവൂലേ. എന്തായാലും നമുക്ക് അതിനുള്ള യോഗമല്ല. അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ
പൈസ അടയ്ക്കുന്ന കാര്യങ്ങളൊക്കെ എഴുതുന്ന ബുക്ക്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല ശരിയാവുമായിരിക്കും അല്ലേ? ശരിയാവാണ്ട് അവിടെ പോവാൻ. എന്തായാലും ഈശ്വരൻ ഇനി ആർക്കും ഇങ്ങനെ ഹോസ്പിറ്റൽ കേസൊന്നും വരാണ്ടിരിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ.